ഈ കുഞ്ഞ് കുട്ടികൾക്ക് പരക്കെ ജാതകം എഴുതേണ്ട ആവശ്യമില്ല, അതായത് 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും നോക്കണ്ട എന്നുള്ളൊരു പരക്കെ ഒരു അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത്? അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജനനം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് വേറൊരു തലം, ഒരു സ്പിരിച്വൽ തലം, നമുക്ക് അതിലേക്ക് പോകണ്ട. പക്ഷേ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ജാതകം 100% എഴുതണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നാളൊരു സമയത്തേക്ക് ചിലപ്പോൾ ഇത് എഴുതാൻ ഡിലേ ആയി, ഇതിൻ്റെ സമയം ഓർമ്മയില്ല, ഇവർക്ക് പിന്നെ സമയം കണ്ടെത്താൻ വേണ്ടി നടക്കണം. ജാതകം എഴുതിക്കോളൂ. അതിനുശേഷം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ബാലാരിഷ്ടത എന്ന് പറയുന്ന എല്ലാ കുട്ടികൾക്കും വരണമെന്നില്ല. എന്താണ് ബാലാരിഷ്ടത? കുട്ടികൾ ജനിച്ച് ഇത്ര കാലത്തിനുള്ളിൽ, ഇത്ര വയസ്സിനകത്തുള്ളിൽ ഒരുപാട് അസുഖങ്ങൾ വരാം. അപ്പോൾ അസുഖങ്ങൾ വരുന്ന സമയത്ത് ആയുർദൈർഘ്യത്തിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളായിട്ട് വരുന്നൊരു സംഭവങ്ങളുണ്ടാവും. ഈ കുട്ടിക്ക് ആയുസ്സുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അസുഖങ്ങൾ വരുന്നു? ജന്മമെടുക്കുന്ന സമയത്ത് ഇവിടുത്തെ കർമ്മങ്ങൾ അനുഭവിച്ച് അടുത്ത തലങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇതൊന്നും സാധാരണപ്പെട്ട ആർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ പാരൻസ് ആകെ ഭയങ്കര പാനിക്കാവും, അല്ലെ, ഭയങ്കര പേടിയാകും. പല അമ്പലങ്ങളിലും നേർച്ചകളും വഴിപാടുകളും പല സംഭവങ്ങളായിട്ട് നടക്കും. ചില കുട്ടികളുടെ ആയുസ് തന്നെ മുന്നോട്ട് പോകണമെന്നില്ല. അപ്പോൾ ജ്യോതിഷം പറയും ഇപ്പോൾ കുട്ടിക്ക് എഴുതണ്ട എന്ന് പറയും. ഇതിനേക്കാളും അപ്പുറം ഒരു ഈശ്വര വിശ്വാസമാണ്. ഈശ്വരനിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആയുസ് പൂർണ്ണമായിട്ടും നീട്ടിക്കിട്ടും എന്നുള്ളതാണ് പലരും പറയുന്നത്. കാരണം ഒരാളും തീരുമാനിക്കുന്നതല്ലല്ലോ. അപ്പോൾ ജാതകം 100% എഴുതണം. അത് എവിടെ എഴുതുന്നു, ആരാൽ എഴുതുന്നു എന്നുള്ളതാണ് എപ്പോഴും തിരിച്ചറിയേണ്ടത്. തീർച്ചയായിട്ടും. അതെ. അതുപോലെ ജാതകത്തിൽ പല രീതിയിലുള്ള യോഗങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ സമസപ്തമ യോഗം, മാളവയോഗം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് ചേട്ടാ, എത്ര തരത്തിലുള്ള യോഗങ്ങളുണ്ട്? എന്താണ്? നല്ല ക്വസ്റ്റ്യനാണ്. ഓരോ പല കാൽക്കുലേഷൻസും വെച്ചിട്ട് പല രീതിയിലുള്ള നമ്പേഴ്സാണ് പലരും പറയുന്നത്. പക്ഷേ മിനിമം 90 യോഗങ്ങളാണ് ആൾക്കാർ പറയുന്നത്. അതിൽ 40ഓളം യോഗങ്ങൾ പല ജ്യോതിഷന്മാരും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഗജകേസരി യോഗം, രാജയോഗം, മാളവിക യോഗം, ഈ സമസപ്തമ യോഗം, പഞ്ചമയോഗം. പക്ഷേ ഇതിനകത്ത് യോഗങ്ങൾ അനുഭവിക്കാനുള്ള യോഗം നമുക്കുണ്ടോ എന്ന് മനസ്സിലാക്കുന്നിടത്താണ് കാര്യം. പറയും എൻ്റെ മോൻ ജനിച്ചത് രാജയോഗത്തിലാണ് എന്ന് പറയും, അല്ലെങ്കിൽ എൻ്റെ മോള് ജനിച്ചത് രാജയോഗത്തിലാണ്. രാജയോഗം ഉണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ നല്ലൊരു ജ്യോതിഷനെ കണ്ടിട്ട് ആ ജാതകം വിശകലനം ചെയ്യണം. വിശകലനം ചെയ്തിട്ട് രാജയോഗം ഉണ്ടെങ്കിൽ രാജയോഗം അനുഭവിക്കാനുള്ള യോഗമുണ്ടോ എന്ന് ആദ്യം നോക്കണം. ചിലപ്പോൾ എന്താ പറയുക, ഒരു പ്ലാനറ്റ് റിട്രോഗ്രേഡിലായിരിക്കും. അപ്പോൾ വക്രഗതിയിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില ഗ്രഹങ്ങൾ നീചത്തിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നല്ലൊരു ജ്യോതിഷിയുടെ വിശകലനത്തോടു കൂടി ഈ പറയുന്ന 2005 മുതൽ 2010 കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന യോഗമുണ്ട്, അപ്പോൾ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അപ്പോൾ നടക്കുന്ന ദശ എന്താണ്, ആ ദശയിൽ അനുഭവ യോഗം ഉണ്ടെങ്കിൽ ചിലപ്പോൾ രാഹു വന്നിട്ട് ആ യോഗം ഇല്ലാതാക്കുമോ, ഇങ്ങനെ ഒരു ജ്യോതിഷൻ അല്ലെങ്കിൽ ഒരു ജ്യോതിഷി വിചാരിച്ചു കഴിഞ്ഞാൽ ആ യോഗങ്ങളെ വളരെ വ്യക്തമായിട്ട് നിർണ്ണയിക്കാനും അങ്ങനെ ഒരു യോഗമുണ്ടെങ്കിൽ അത് അനുഭവത്തിൽ കൊണ്ടുവരാനും നല്ലൊരു ജ്യോതിഷന് കഴിയും. തടസ്സങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. ജ്യോതിഷൻ ഒരു അമാനുഷികനല്ല, എന്നാലും നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് ഏത് അമ്പലങ്ങളിൽ പോകണം, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരു ചാർത്തിന് പോരാം. ചിലർക്ക് ചാർത്തായിരിക്കും, അതായത് 1.5 ലക്ഷം രൂപയ്ക്ക് പൂജ ചെയ്യൂ, അതൊന്നുമല്ല അതിൻ്റെ സൊല്യൂഷൻ. അത് അവരുടെ ആംഗിളിൽ അത് സൊല്യൂഷൻ ആയിരിക്കാം. പക്ഷേ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് വഴികളുണ്ട്. അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാവരും ഈ കാളസർപ്പദോഷത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ കാളസർപ്പദോഷം കറക്റ്റ് ടൈമിൽ നമ്മൾ കണ്ടുപിടിച്ച് അതിന് നിവൃത്തി, രാഹുകേതു പൂജ ചെയ്ത് നിവൃത്തി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം പിന്നീട് വളരെയധികം ഉയർന്ന തലത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനെ കുറിച്ചൊന്ന് പറയാം. ഗായത്രി, ഈ കാളസർപ്പയോഗം, ശനി, ചൊവ്വ, ഇതൊക്കെയാണ് വില്ലന്മാരെന്ന് പറയുന്നത്. ഇത് ദർ ഇസ് എ 2 ഫിലോസഫി. അപ്പോൾ 2 ഫിലോസഫിയിലാണ് ഈ പറയുന്ന ജ്യോതിഷം ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത്. ഒന്ന്, പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. 2, പേടിപ്പെടുത്തലുകൾ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഫിയർ ഫാക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ജ്യോതിഷന്മാരുമുണ്ട്, ഹോപ്പ് ജനറേറ്റ് ചെയ്യുന്ന ജ്യോതിഷന്മാരുമുണ്ട്, അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഹോപ്പ് ജനറേറ്റ് ചെയ്യുന്ന ജ്യോതിഷൻ്റെ അടുത്ത് എത്തുക എന്നുള്ളതാണ്. അത് തലവരെ ഉണ്ടെങ്കിൽ, യോഗം ഉണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരും. ആദ്യം കുറേ പേടിപ്പെടുത്തലുകളുള്ള ജ്യോതിഷന്മാരുടെ അടുത്ത് എത്തും. പിന്നെ ഈ നല്ല ജ്യോതിഷന്മാർ ശരിക്കും കുറച്ച് പേര് പേടിപ്പെടുത്തലുകൾ പറയുന്നതല്ല, അവർ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയും. പക്ഷേ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും കേൾക്കുന്ന ആളുടെ കൺസീവ് ചെയ്യുന്ന രീതിയും ഡിഫറെൻ്റ് ആകുമ്പോൾ അത് ടോട്ടലി പേടിയാവും.
ഒന്നാമത് കോൺഫിഡൻസ് ഒക്കെ പോയി ആകെ തകർന്ന അവസ്ഥയിലാണ് ജ്യോതിഷൻ്റെ അടുത്ത് എത്തുന്നത്. ആ സമയത്ത് പൂർണ്ണമായിട്ടും പേടിപ്പിച്ച് ഇവരാകെ തകർന്ന് അദ്ദേഹം പറയുന്നത് കേട്ട് അപ്പോൾ പറയും നിങ്ങൾക്ക് ഈ പറയുന്ന കാളസർപ്പ യോഗമുണ്ട്. കാളസർപ്പ യോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുപ്പതി പോകണം, അല്ലെങ്കിൽ കാളഹസ്തി പോകണം. പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് പിന്നെ കാളഹസ്തി പോകാൻ വേണ്ടി ഒരു 50,000 രൂപ കടം മേടിക്കുന്നു. കാളഹസ്തി പോയിട്ട് അവിടെ പൂജാരിക്ക് കൊടുക്കാൻ പൈസ കാണുന്നു. ഇതൊക്കെ വലിയൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ താമസിക്കുന്നത് നാഗദേവതാ ചൈതന്യമുള്ള കേരളത്തിനകത്താണ് അല്ലേ? നാഗങ്ങളുടെ തറ എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരളം തന്നെയാണ് അല്ലേ? ഏത് വസ്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നാഗത്തിന്റെ പ്രസൻസ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്തിനു പേടിക്കണം? അപ്പോൾ കേരളത്തിനകത്ത് വളരെ പ്രശസ്തമായ ഒരുപാട് നാഗക്ഷേത്രങ്ങളുണ്ട്. മണ്ണാറശാല അല്ലേ, ആമേട, പാമ്പുമേക്കാവ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ പോയി അവിടെ സമർപ്പണം. ദൈവത്തിനോട് സമർപ്പണത്തിനേക്കാൾ അപ്പുറം വേറൊന്നുമില്ല ഗായത്രി. അവിടെ നമ്മൾ എങ്ങനെ സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കുള്ള ദോഷങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ള ദോഷങ്ങൾ നമ്മൾ അവിടെ പോയി സമർപ്പിക്കുക. അവിടെ ചെയ്യുന്ന സർപ്പബലി ഉൾപ്പെടെ ഒരുപാട് വഴിപാടുകളുണ്ട്. അവിടെ പോയി സംസാരിക്കുക. ഇപ്പോൾ ഈ പാമ്പുമേക്കാവ് അവിടെ പോയി കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവാണ്. അമ്മയെ കാണാം, സംസാരിക്കാം. പിന്നെ ചെറിയ ചെറിയ വഴിപാടുകൾ കൂടെ നമ്മുടെ ദോഷങ്ങൾ മാറ്റാം. മണ്ണാറശാല. അപ്പോൾ ഈ വലിയ വഴിപാടുകൾക്ക് പൊക്കോളൂ, പോകണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ പറയാൻ ഞാനൊരു റൈറ്റ് ആളുമല്ല. പക്ഷേ അങ്ങനെ പോകുന്നതിനേക്കാൾ അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കസ്തൂരി തൊട്ടടുത്തുണ്ട്, എന്നിട്ടാണ് നമ്മൾ എത്രയോ കിലോമീറ്റർ തേടി പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന കാലാവസ്ഥയിലൊക്കെ പോകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി കേരളത്തിനകത്തുള്ള അതിപ്രശസ്തമായ നാഗക്ഷേത്രങ്ങളിൽ പോവുക, അവിടുത്തെ കീ വഴിപാടുകൾ കണ്ടെത്തുക, അത് ചെയ്യുക. അതിലുപരി ആയില്യം നക്ഷത്രത്തിൽ എല്ലാ മാസവും ഉണ്ട് അല്ലേ? അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ആയില്യത്തിന് നൂറുംപാലും അങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട്. നമ്മൾ ശരിക്കും ഈ നാഗയക്ഷി, നാഗരാജാവ് എന്നൊക്കെ പറയുന്നത് ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് അല്ലേ? അപ്പോൾ ഇവരെ നമ്മൾ സമർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ 100% പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അതിലുപരി നമുക്കുണ്ടാവുന്ന ഒരു എൻലൈറ്റ്മെൻറ്റ്, നമുക്കുണ്ടാവുന്ന ഒരു അപ്ഗ്രേഡ്, ഒരു എൻഹാൻസ്മെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. പിന്നെ പേടിപ്പെടുത്തലുകൾ കൊണ്ട് ആൾക്കാരും ഇതൊക്കെ വിട്ട് പല സ്ഥലങ്ങളിലേക്ക് ദൂരെ പോകാറുണ്ട്, പൈസ സ്പെൻഡ് ചെയ്യാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് വരാറുണ്ട്, അത് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വരാറുണ്ട്. ഈ കാളസർപ്പദോഷമുള്ളവർക്ക് അതെങ്ങനെയാണ് ലൈഫിൽ അവർ എഫക്റ്റ് ചെയ്യുന്നത്? രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നോർമലി പലരും പറയുന്നത് എന്താണ്, കാളസർപ്പ ദോഷം ഉണ്ടെങ്കിൽ അവർ എന്ത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും ഈ പാമ്പ് പോകുന്ന പോലെ പോവും, എഴഞ്ഞു പോകുമെന്ന് പറയും. അതായത് എന്ത് ചെയ്താലും മുന്നോട്ട് പോവില്ല, കല്യാണം നീണ്ടുപോകാം, പിന്നെ ത്വക്ക് രോഗങ്ങൾ വരാം, പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങൾ കണ്ടിന്യൂസ് വരാം, ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്നൊക്കെ പല സിംറ്റംസും പല സംഭവം പറയുന്നുണ്ട്. പല ആൾക്കാരും പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതൊക്കെ ബേസിക്കലി ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങളാണ്. ഒരു ഡെഫിനറ്റ്ലി ദോഷം ഉണ്ടാകും. അപ്പോൾ പല ആൾക്കാരും പറയും എത്രയോ കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ശനി അവിടെ മാറിയാൽ എന്നെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്ന് ചോദിക്കാറുണ്ട്. 100% എഫക്റ്റ് ചെയ്യും, എഫക്റ്റ് ചെയ്യാതിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കാതെ ഒരു വിഭാഗം ആൾക്കാർ ജീവിക്കുന്നില്ലേ? ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. അതെല്ലാം ഒരു കോൺഫിഡൻസ് ആണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ ഇങ്ങനെ ഒരു ജ്യോതിഷം എന്ന് പറയുന്നത് വലിയൊരു മഹാസമുദ്രത്തിൽ നിൽക്കുന്ന സമയത്ത് ഓരോ പ്ലാനറ്റ്സിൻ്റെ മൂവ്സും നമ്മളെ 100% എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതുപോലെയാണ് ഈ കാളസർപ്പയോഗം. ഒരു കരിയറിൽ ഒരു ഡിപ്പ് ഉണ്ടായാൽ, ഒരു ഡീഗ്രേഡ് ഉണ്ടായാൽ വളരെ പെട്ടെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന എന്താണ്, എനിക്ക് കാളസർപ്പ യോഗമാണ്, ആ ജ്യോതിഷം പറഞ്ഞു. ശരിക്കും ചിലപ്പോൾ യോഗം ഉണ്ടാവില്ല. നമുക്ക് സ്വന്തമായിട്ട് ജാതകം വായിക്കാനോ വിശകലനം ചെയ്യാനോ ഇല്ലാത്തൊരു അറിവുകേട്ടിനെയാണ് പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നത് അല്ലേ? അവിടെ പോകുമ്പോൾ ടെക്നിക്കാലിറ്റി സംസാരിക്കും. കുജൻ ഉച്ചത്തിലാണ്, നിങ്ങൾ ശരിക്കും എന്താ പറയുക, ഇവിടെയെങ്കിലും ഇരിക്കേണ്ട വ്യക്തി അല്ലായിരുന്നു, എങ്ങനെയൊക്കെ ആയിപ്പോയി, ഇത് ചെയ്യൂ. സ്വാഭാവികമായിട്ടും കുജൻ ഉച്ചത്തിലാണെങ്കിൽ എവിടുന്ന് കുജൻ വന്നു, എന്തുകൊണ്ട് ഉച്ചത്തിലാണെന്ന് ചോദിക്കാനുള്ള ഒരു അറിവ് സാധാരണ ഒരാൾക്ക് വരുമ്പോഴാണ് ജ്യോതിഷം തിരിച്ചറിയുന്നത് എനിക്ക് പറ്റിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആരെയും നമുക്ക് എല്ലാ ഇൻഡസ്ട്രിയിലും കമേഴ്ഷ്യലുണ്ട്. അവരുടെ ഉപജീവന മാർഗമാണ്. അപ്പോൾ അത് അവരെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത് അവരവർ ചെയ്യുന്നതിൻ്റെ അനുഭവം അവരവർക്ക് തന്നെ കിട്ടും. നല്ലത് ചെയ്യുമ്പോൾ നല്ലത് കിട്ടും, മോശം ചെയ്യുമ്പോൾ മോശം തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ചോദിച്ചറിയാനുള്ളൊരു മാനസികാവസ്ഥയും ചെറിയൊരു അറിവും നമ്മൾ കണ്ടെത്തി വെച്ചിട്ട് ജ്യോതിഷൻ്റെ അടുത്ത് പോയതിന് ശേഷം ഇതിൻ്റെ കോസ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനൊരു ദോഷം പറഞ്ഞു ശരിയാണോ, അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക.
നല്ല വേറൊരു ജ്യോതിഷനിലേക്ക് പോവുക. 2ഉം 3ഉം 4ഉം ജ്യോതിഷനെ കാണുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു നിയോഗം നല്ലൊരു ജ്യോതിഷനിലേക്ക് എത്തിപ്പെടുമെന്നുള്ളതാണ്. പിന്നെ ഒരു ജ്യോതിഷനിലേക്ക് പൂർണ്ണമായിട്ടും വർഷങ്ങൾ കൊണ്ട് വിശ്വാസം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവരങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഒരു ദോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ സമയങ്ങളിലും ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലേ? ഒരു കയറ്റമുണ്ട്, ഒരു ഇറക്കമുണ്ട്. ഇന്ന് ഒരു നെഗറ്റീവ് അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നും കാളസർപ്പയോഗം നമ്മളെ പിടിക്കണമെന്നില്ല. മേ ബി നാളെ രാവിലെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപാസിച്ച് പൂർണ്ണ മനോഭാവത്തോടുകൂടി കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വഴിമാറിത്തരും. ഇതെല്ലാം നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മൾ എങ്ങനെ നമ്മൾ പ്രപഞ്ചത്തിനോട് എന്താ പറയുക, നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് തരിക. ഇങ്ങനൊരു ദോഷമുണ്ടെങ്കിൽ എന്നെ പൂർണ്ണമായിട്ട് ദോഷത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്, വഴി എനിക്ക് കാണിച്ചു തരിക. ഓട്ടോമാറ്റിക്കായിട്ട് വഴി വരും. നിങ്ങൾ പ്രകൃതിയിൽ വിശ്വസിക്കൂ, വഴി വരും. നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും. നമ്മൾ എത്തേണ്ട ജ്യോതിഷനിലേക്ക് എത്തും, നമ്മൾ എത്തേണ്ട അമ്പലത്തിലെത്തും, ചെയ്യേണ്ടത് ചെയ്യും, 100% മാറും. ഇതൊന്നും പെർമനൻ്റ് അല്ല. ഇപ്പോൾ പെർമനൻ്റ് അല്ല. ഇതൊക്കെ വളരെ ശാശ്വതമായിട്ട് മാറിപ്പോകാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല സ്ഥലങ്ങൾ കണ്ടെത്തുക. അത് ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ ഡിവൈൻ പവറുള്ള ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അവിടേക്ക് എത്തിപ്പെടൂ. അതുപോലെ തന്നെ ജ്യോതിഷനേക്കാളും അപ്പുറം ദൈവജ്ഞന്മാർ അല്ലെങ്കിൽ ഒരു അവധൂതന്മാർ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒരു പരിധിവരെ നമ്മുടെ ദോഷങ്ങൾ മാറിപ്പോകുന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, സാത്വികമായി സംസാരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന സംഭവം അതൊക്കെ തന്നെയാണ്.